ഹായ് ഡിയേഴ്സ്, സ്കൂൾ എഡ്യൂക്കേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th യൂണിറ്റിലെ രവീന്ദ്രനാഥ് ടാഗോർ അതുപോലെ അരവിന്ദ ഘോഷ് ഈ ഒരു പാർട്ടാണ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോർ ഇവിടെ ഇയറിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്യാം. 1861 to 1941 ആണ്. ഇവിടെ 19 എന്നുള്ളത് 18 ആക്കിയിട്ട് മാറ്റാം കേട്ടോ. 1961 എന്നുള്ളത് 1861 ആക്കിയിട്ട് മാറ്റാം. Rabindranath Tagore was a poet and a saint who had, through his imagination and insight, realized the universal soul in himself and in nature. He believed that this realization was the goal of education. He believed that every human being is one who has potentialities of progressing towards the superhuman being, the universal soul. His conception of the universal soul bear clear imprint of the Gita and Upanishad philosophies. അപ്പോ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ട്, ഇന്ത്യൻ ട്രഡീഷന്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഭഗവത്ഗീത, ഉപനിഷത്ത്, ഇതിൽ നിന്നുള്ള ഫിലോസഫീസ് ആണ് കൂടുതലും അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫിലോസഫിക്കലായിട്ട് ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഇതിനെ നോക്കിക്കാണേണ്ടത്. അപ്പോ നിങ്ങൾ ഇതിൽ കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട. രവീന്ദ്രനാഥ് ടാഗോർ നമുക്കറിയാം വേൾഡ് ഫേമസ് ആയിട്ടുള്ള പോയറ്റ് ആണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ നാഷണൽ ആന്തം അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ബംഗ്ലാദേശിന്റെയും നാഷണൽ ആന്തം എഴുതിയിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹം കൂടുതലും യൂണിവേഴ്സൽ സോൾ എന്നുള്ള ആ ഒരു ഇതിലാണ് വിശ്വസിച്ചിരുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ പവർ, നമ്മുടെ ഇൻസൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങള്, അതൊക്കെ തന്നെ നാച്ചുറൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടും യൂണിവേഴ്സൽ സോൾ എന്നുള്ള രീതിയിലാണ്. അതായത് അദ്ദേഹം ഈ ഒരു യൂണിവേഴ്സൽ സോളും നമ്മുടെ നാച്ചുറൽ ആയിട്ട് കണക്ട് ചെയ്ത് അതിനെ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ഗോൾ ആയിട്ട് വിശ്വസിച്ചിരുന്നത്. അപ്പോ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു ഒപ്പീനിയനിൽ അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഒന്നാണ്, ഒറ്റക്കെട്ടാണ് എന്നുള്ളതായിരുന്നു. അപ്പോ എല്ലാരും ഒരേപോലെയാണ്. ഓരോരുത്തർക്കും ഒരു നല്ല സൂപ്പർ ഹ്യൂമൻ ബീയിങ് ആയി മാറാനുള്ള പൊട്ടൻഷ്യാലിറ്റീസ് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ പ്രോഗ്രസ് ചെയ്ത് ആ ഒരു രീതിയിലോട്ട്, ആ ഒരു ലെവലിലോട്ട് എത്തുവാണ് വേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം യൂണിവേഴ്സൽ സോൾ എന്നൊക്കെ വിശ്വസിച്ചിരുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ ഉപനിഷത്ത് ഫിലോസഫീസ് എന്നും അതുപോലെ ഗീതയെന്നൊക്കെയാണ് കേട്ടോ. നമുക്ക് ടാഗോറിനെ കുറിച്ച് നോക്കാം. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഓൺ 7th May 1861 in the Jorasanko Mansion in Calcutta. Rabindranath Tagore was a philosopher, poet, dramatist, teacher, essayist, and painter of outstanding repute. അപ്പോ 1861 മെയ് 7-നാണ് കൽക്കട്ടയിലുള്ള ജൊറാസാങ്കോ മാൻഷനിൽ അദ്ദേഹം ജനിക്കുന്നത്. അപ്പോ അദ്ദേഹം ഒരു ഫിലോസഫർ ആണ്, അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പോയറ്റ് ആണ്, ഡ്രാമാറ്റിസ്റ്റ് ആണ്, നല്ലൊരു ടീച്ചറും എസ്സേയിസ്റ്റും ആണ്, നല്ലൊരു പെയിന്റർ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അത്രത്തോളം ഒരു സൽപ്പേരുള്ള അല്ലെങ്കിൽ പ്രശസ്തിയുള്ള ഒരാളാണ് രവീന്ദ്രനാഥ് ടാഗോർ. His philosophy of life was based on the ideals of dedication, patriotism, and naturalism. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിലോസഫി ഒക്കെ തന്നെ എപ്പോഴും ബേസ് ചെയ്തിരിക്കുന്നത് ഡെഡിക്കേഷൻ, അതുപോലെ പാട്രിയോട്ടിസം, നാച്ചുറലിസം ഒക്കെയാണ്. അപ്പോ ദേശസ്നേഹം, ആ ഒരു നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അതിനോട് 100% ഡെഡിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്, അല്ലെ? അതുപോലെ തന്നെ നാച്ചുറലിസത്തിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫി ഒക്കെ അദ്ദേഹം ആ ഒരു രീതിയിലാണ് വ്യൂസ് ഒക്കെ നമ്മളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്. Although he was an ideal philosopher, but the thoughts of naturalism, pragmatism, and individualism are also reflected in his philosophy. അദ്ദേഹം ഒരു ഐഡിയൽ ഫിലോസഫർ ആണ്. പക്ഷെ കൂടുതൽ ഐഡിയാസ് ആണ്, കൂടുതലും ഐഡിയോളജിക്കൽ ആയിട്ടാണ്, ഐഡിയലിസം ആണ് അദ്ദേഹം
മുന്നോട്ട് വെക്കുന്നതെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ചിന്തകളിൽ നമുക്ക് നാച്ചുറലിസവും പ്രാഗ്മാറ്റിസവും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇൻഡിവിജ്വലിസവും നമുക്ക് അദ്ദേഹത്തിന്റെ ഫിലോസഫികളിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ വിശ്വസിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷന്റെ എയിം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് സെൽഫ് റിയലൈസേഷൻ. ദെൻ സെൽഫ് റിയലൈസേഷന്റെ പ്രിൻസിപ്പിൾ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സെൽഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ സെൽഫ് റിയലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു സെൽഫിന് വേണ്ടിയിട്ട് സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെൽഫ് എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. സെൽഫ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ സെൽഫ് റിയലൈസേഷൻ ഈസ് ആസ് പെർമനന്റ് ആസ് ദാറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ എന്താണ്, സെൽഫ് റിയലൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെൽഫ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് എഡ്യൂക്കേഷൻ പോലെ തന്നെ പെർമനന്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സെൽഫിനെ നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മുടെ ലൈക്സ് എന്താണ്, നമ്മുടെ ഡിസ്ലൈക്സ് എന്താണ്, നമ്മുടെ ടേസ്റ്റുകൾ എന്താണ്, നമ്മുടെ അംബീഷൻ എന്താണ്, നമുക്ക് ഏതിലാണ് കൂടുതൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. Then what is most important in this is that the students must have faith in him and in the universal self underlying his own individual self. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, സ്റ്റുഡൻസിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തർക്കും എന്താണ്, നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. ഐ ക്യാൻ, എനിക്ക് പറ്റും, എനിക്കിത് കംപ്ലീറ്റ്. ഇപ്പൊ നിങ്ങളൊക്കെ മോണ്ടിസോറി TTC കോഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ എന്താണ്, കുറച്ച് കൂടുതൽ വർക്കുകൾ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, എനിക്ക് പറ്റാറുണ്ടോന്ന്. പക്ഷെ ഒരിക്കലും നമ്മളിൽ ഒരു വിശ്വാസം വേണം. ഐ ക്യാൻ, എനിക്ക് പറ്റും, എനിക്ക് തീർച്ചയായിട്ടും പറ്റും, എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, സെൽഫ് റിയലൈസേഷൻ വേണം. എനിക്ക് പറ്റും, എനിക്ക് ഇതിനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളിൽ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. അതാണ് സ്റ്റുഡൻസ് മസ്റ്റ് ഹാവ് ഫെയ്ത്ത് ഇൻ ഹിം ആൻഡ് ദ യൂണിവേഴ്സൽ സെൽഫ് അണ്ടർലൈങ് ഹിസ് ഓൺ ഇൻഡിവിജ്വൽ സെൽഫ്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സൽ സെൽഫ്, നമുക്ക് സറൗണ്ടിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ആ ഒരു സെൽഫിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. Rabindranath Tagore became the first non-European to win the Nobel Prize for Literature for Geetanjali, his book of poem. അതുപോലെ ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്നല്ലാതെ യൂറോപ്പിന് പുറത്തുള്ള ഒരു നോബൽ പ്രൈസ് ലിറ്ററേച്ചറിന് കിട്ടുന്നത് രവീന്ദ്രനാഥ് ടാഗോറിനാണ്. അതിനു മുമ്പ് യൂറോപ്പിലുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലിറ്ററേച്ചറിന് ഫസ്റ്റ് ടൈം ഒരു നോൺ യൂറോപ്യൻ ആയിട്ടുള്ള ഒരാൾക്ക്, യൂറോപ്പിന് പുറത്തുള്ള ഒരാൾക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത് രവീന്ദ്രനാഥ് ടാഗോറിലൂടെയാണ്. അദ്ദേഹത്തിന്റെ പോയട്രി ആയിട്ടുള്ള ബുക്കായിട്ടുള്ള ഗീതാഞ്ജലി, അതിനാണ് നോബൽ പ്രൈസ് കിട്ടുന്നത് കേട്ടോ. ആസ് എ ഹ്യൂമനിസ്റ്റ്, യൂണിവേഴ്സലിസ്റ്റ്, ഇന്റർനാഷണലിസ്റ്റ് ആൻഡ് strident anti-nationalist, he denounced the British Raj and advocated independence from Britain. അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സലിസ്റ്റ് ആണ്. അദ്ദേഹം യൂണിവേഴ്സൽ ബ്രദർഹുഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നമ്മൾക്കിപ്പം പാട്രിയോട്ടിസം ആ ഒരു രീതിയിലാണെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്നത് യൂണിവേഴ്സലിസത്തിലാണ് കൂടുതൽ. ലോകത്തെ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതായത് ഹ്യൂമൻ ബീയിങ്സിനെ എല്ലാം ഒറ്റ ഇതിലാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം യൂണിവേഴ്സലിസ്റ്റും ഇന്റർനാഷണലിസ്റ്റും ഒക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ്, ഈ ഒരു അദ്ദേഹം പാട്രിയോട്ടിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം എന്താണ്, ഈ ബ്രിട്ടീഷുകാരെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ തള്ളിപ്പറയായിരുന്നു. അതായത് ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ബ്രിട്ടീഷുകാര് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് വന്നിട്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനെതിരെയൊക്കെ അദ്ദേഹം അതിനൊക്കെ എതിരാണ് കേട്ടോ. അപ്പോ അതുപോലെ തന്നെ അദ്ദേഹം എന്താണ്, നമ്മുടെ ഇന്ത്യക്ക് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടണം, നമുക്ക് ഫ്രീഡം കിട്ടണം എന്നുള്ളതിനെ ന്യായീകരിച്ച് പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു എഡ്യൂക്കേഷനിസ്റ്റ് കൂടിയാണ് കേട്ടോ.
As an educationist, Tagore visiting Santa Barbara in 1917 conceived a new type of university. He sought to make Shantiniketan the connecting thread between India and the world. അപ്പം ഒരു എഡ്യൂക്കേഷനിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ടാഗോർ എന്ത് ചെയ്തു? സാന്താ ബരബര 1917 സാന്താ ബരബര വിസിറ്റ് ചെയ്യുന്നത്. അതായത് സെൻട്രൽ കാലിഫോർണിയയിലുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഈ സാന്താ ബരബര. അപ്പം അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഒരു എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു അറിവുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹം അതിനുശേഷം എന്ത് ചെയ്തു? ഒരു പുതിയൊരു യൂണിവേഴ്സിറ്റി അദ്ദേഹം രൂപം നൽകിയിട്ടുണ്ട്. അതായത് ശാന്തിനികേതൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയും ലോകത്തിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി, അതായത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കാലിഫോർണിയയിൽ വിസിറ്റ് ചെയ്ത് 1917 അതിനുശേഷം അദ്ദേഹം അദ്ദേഹം രൂപം നൽകിയിട്ടുള്ള പുതിയൊരു യൂണിവേഴ്സിറ്റിയാണ് ഈ ശാന്തിനികേതൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ടാഗോറിന്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. അപ്പോ ഇവിടെ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ സെൽഫ് എന്താണെന്ന് റിയലൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്പിരിച്വലിസം, ഹ്യൂമനിസത്തിന്റെ എസെൻസ് എന്ന് പറയുന്നത് സ്പിരിച്വലിസം ആണ്. അപ്പൊ നമുക്ക് ആ ഒരു സ്പിരിറ്റ് എപ്പോഴും എന്താ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു വാല്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഒരു ആളുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് കൃത്യമായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സെൽഫ് റിയലൈസേഷനിലൂടെയും സ്പിരിച്വൽ നോളജിലൂടെയും ഒക്കെയാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് നല്ല രീതിയിൽ അവരുടെ പേഴ്സണാലിറ്റി സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള നോളജും അതുപോലെ തന്നെ സെൽഫ് റിയലൈസേഷനും അത്യാവശ്യമാണ്. ദെൻ സെക്കൻഡ് വരുന്നത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. He greatly emphasized the intellectual development of the children. By intellectual development, he means development of imagination, creative, free thinking, constant curiosity, and alertness of the mind. Child should be free to adopt his own way learning, which will lead to all-round development. അപ്പോൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കൊണ്ട് അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയിൽ എന്തുണ്ടാവണം? ഇമാജിനേഷൻ പവർ, ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ്, ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ, അതായത് ടീച്ചേഴ്സിന്റെയോ പാരന്റ്സിന്റെയോ സൊസൈറ്റിയുടെയോ ഒന്നും ഒരു കൺട്രോൾ ഇല്ലാതെ കുട്ടിയുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങളെ ചെയ്യാനും അതുപോലെ മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ്. അതുപോലെ തന്നെ ആ ഒരു ക്യൂരിയോസിറ്റി വിട്ടു പോകാതെ എല്ലാ കാര്യങ്ങളിലും ഓരോ ലെവലിലോട്ട് പോകുന്തോറും ക്യൂരിയോസിറ്റി അതുപോലെ നിൽക്കുക. അതുപോലെ അതേപോലെ ജാഗ്രതയോട് കൂടി എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുക, എപ്പോഴും അലേർട്ട് ആയിരിക്കുക. അപ്പം ആ ഒരു രീതിയിലുള്ള മൈൻഡാണ് കുട്ടികൾക്ക് വേണ്ടത്. അതിലൂടെയാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതും അതുപോലെ ലേണിംഗ് നല്ല രീതിയിൽ സംഭവിക്കുന്നതും അതിലൂടെ കുട്ടികൾക്ക് ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതും. മനസ്സിലായോ? ദെൻ തേർഡ് പോയിന്റ് നോക്കുക, ഫിസിക്കൽ ഡെവലപ്മെന്റ്. He gave much importance to sound and healthy physique, yoga, games, sports, and prescribed in Shantiniketan as an integral part of the education system. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിസിക്ക്, നല്ല രീതിയിൽ വളരെ ഹെൽത്തി ആൻഡ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഫിസിക്ക് ആണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് യോഗയും ഗെയിംസും സ്പോർട്സ് ആക്ടിവിറ്റീസ് അതൊക്കെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ശാന്തിനികേതനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫോർത്ത് വൺ, ലവ് ഓഫ് ഹ്യൂമാനിറ്റി. Tagore held that education can teach people to realize oneness of the globe. Education for international understanding and universal brotherhood is another important aim of his education. അപ്പം ടാഗോറിന്റെ ഒരു വിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷനിലൂടെ എന്താണ് ലോകം മൊത്തം എല്ലാവരും ഒന്നാണ് എന്ന് മനസ്സിലാക്കാനും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് റിലേറ്റഡ് ആയിട്ടും യൂണിവേഴ്സൽ ബ്രദർഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ ലോകത്തെല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങും യൂണിവേഴ്സൽ ബ്രദർഹുഡും ഒക്കെ എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള
കാര്യങ്ങളും എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു എയിമായിരുന്നു കേട്ടോ. ദെൻ ഫ്രീഡം. Freedom is considered as an integral aspect of human development. Education is a man-making process. It explores the innate power that exists within the man. It provides utmost to the individual for his all-round development. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ആവശ്യമുള്ള ഒരു ഫാക്ടറാണ് അല്ലെ. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു മാൻ മേക്കിംഗ് പ്രോസസ് ആണെന്നാണ് ടാഗോർ പറയുന്നത്. അപ്പം അതിലെന്താണ്, കുട്ടികൾക്ക് അതിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ, അവരുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്തോട്ട് വരണമെങ്കിൽ ഫ്രീഡം അത്യാവശ്യമാണ്. അപ്പോൾ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാവാനും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനും അവരുടെ ഇമാജിനേഷനെ കൂടുതൽ പുറത്തു കൊണ്ടുവരാനൊക്കെ ഫ്രീഡം അത്യാവശ്യമാണ്. ദെൻ 6th പോയിന്റ്, കോറിലേഷൻ ഓഫ് ഒബ്ജെക്ട്സ്. കോറിലേഷൻ വിത്ത് ഗോഡ്, മാൻ ആൻഡ് നാച്ചർ. അപ്പം പ്രകൃതിയായിട്ടും മറ്റുള്ള ഹ്യൂമൻ ബീങ്സ് ആയിട്ടും പോലെ തന്നെ ദൈവമായിട്ടും ഗോഡായിട്ടും നല്ലൊരു റിലേഷൻ വേണം എന്നുള്ളതാണ്. കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എഡ്യൂക്കേഷനിലൂടെ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. എ പീസ്ഫുൾ വേൾഡ് ഈസ് ഓൺലി പോസിബിൾ വെൻ കോറിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് നാച്ചർ വിൽ ബി എസ്റ്റാബ്ലിഷ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയുമായിട്ടും അതുപോലെ ഹ്യൂമൻ ബീയിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കണം. അതുപോലെ ഗോഡുമായിട്ടും കണക്ട് ചെയ്തുകൊണ്ടും അവരുടെ റിയൽ ലൈഫ് എന്താണ് ആ ഒരു ലൈഫുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുമ്പോഴാണ് ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷനെ അതുപോലെ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാച്ചുറിനെയും ഹ്യൂമൻ ബീയിങ്ങിനെയും ഗോഡിനെയും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ്. Then 7th one, mother tongue is the medium of insight. Language is the true vehicle of self-expression. Man can freely express his thought in his mother tongue. He emphasized the mother tongue to child's education. അപ്പോൾ മാതൃഭാഷയിലായിരിക്കണം നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരുടെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ മാതൃഭാഷയിലൂടെയാണ് അല്ലേ. അപ്പോൾ മദർ ടങ്ങിലൂടെയാണ് അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ ഫീലിങ്സും അവരുടെ ഐഡിയാസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ കൂടുതൽ ഫോക്കസ് ചെയ്തത് മദർ ടങ്ങിലൂടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതിനാണ്. Then 8th one, moral and spiritual development. Moral and spiritual education is more important than bookish knowledge for an integral development of human personality. അപ്പൊ എന്താണ്, കുട്ടികൾക്ക് മോറൽ ആയിട്ട് കൂടുതൽ എഡ്യൂക്കേഷൻ അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ബുക്കിഷ് നോളജിനേക്കാൾ കൂടുതൽ ഹ്യൂമൻ ബീയിങ്സിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും അവർക്ക് നല്ല വാല്യൂസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്തു വരും, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. ബുക്കിഷ് നോളജ് ആവശ്യമാണ് എങ്കിൽ കൂടിയും ബുക്കിഷ് നോളജിനേക്കാൾ കൂടുതൽ അവരുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മോറൽ ആൻഡ് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ 9th one, സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. അക്കോർഡിംഗ് ടു ടാഗോർ, ബ്രഹ്മ, the Supreme Soul, manifests himself through men and other creatures. Since he is the source of all human beings and creatures, so all are equal. He said, service to man is service to God. All should develop social relationship and a fellow feeling from the beginning of one's life. അപ്പോൾ ടാഗോർ വിശ്വസിക്കുന്നത് ബ്രഹ്മാവ് എന്ന് പറയുന്ന ആ ഒരു ഹിന്ദു റിലീജിയൻ ബേസ്ഡ് ആയിട്ടാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഗീതയും ഉപനിഷത്തും ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ബ്രഹ്മാവാണ് എല്ലാ ക്രിയേച്ചേഴ്സിന്റെയും സുപ്രീം സോൾ എന്ന് പറയുന്നത് അല്ലെ. ഹിന്ദു റിലീജിയൻ ഹിന്ദു വിശ്വാസം അനുസരിച്ച് എന്താണ്, ബ്രഹ്മാവാണ് എല്ലാത്തിന്റെയും ഓരോ സോളിന്റെയും ഓരോ ജീവന്റെയും സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഹ്യൂമൻ ബീയിങ്സിന്റെയും ക്രിയേച്ചേഴ്സ് എന്നുള്ള ക്രിയേച്ചർ അല്ലെങ്കിൽ അതെല്ലാ റിലീജിയനിലും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ എന്താണ്, നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടാവ് ഒരാളാണ് അല്ലെ. എല്ലാ ഹ്യൂമൻ ബീയിങ്ങിന്റെയും സൃഷ്ടാവ് ഒരാളാണ്. അപ്പോ
ആ ഒരാളായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം സൃഷ്ടാവ് ഒരാളായതുകൊണ്ട് തന്നെ ആ സൃഷ്ടികളെല്ലാം തന്നെ ഈക്വൽ ആണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പൊ എല്ലാ ഹ്യൂമൻ ബീങ്സിന്റെയും സോഴ്സ് എന്ന് പറയുന്നത് ഒരു സോഴ്സിൽ നിന്നാണ്. അപ്പൊ ആ ഒരു സോഴ്സിൽ നിന്ന് വന്നതായതുകൊണ്ട് എല്ലാവരും ഈക്വൽ ആണ് എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നു. അതുപോലെ തന്നെ സർവീസ് ടു മാൻ ഈസ് സർവീസ് ടു ഗോഡ്. അപ്പൊ മനുഷ്യർക്ക് സേവനം ചെയ്യുന്നത് ദൈവത്തിന് സേവനം ചെയ്യുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതാണ് സർവീസ് ടു മാൻ ഈസ് സർവീസ് ടു ഗോഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്താണ് നമ്മൾ സോഷ്യൽ റിലേഷൻഷിപ്പും മറ്റുള്ള ആൾക്കാരോട് നല്ല രീതിയിൽ നമ്മളുടെ സഹജീവികളോട് സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീ അരബിന്ദോ. ഇപ്പോ അരവിന്ദോ ഘോഷ് 1872 to 1950. അരവിന്ദോ ഘോഷിന്റെ ഐഡിയാസ് എടുത്തു കഴിഞ്ഞാലും കുറച്ചൊക്കെ എന്താണ് നമ്മുടെ ഉപനിഷത്ത് അതുപോലെ വേദാന്തിക് ഫിലോസഫി ഒക്കെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനെ നോക്കിക്കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നുള്ളൂ. കുറച്ചിങ്ങനെ ഫിലോസഫിക്കൽ ആയിട്ട് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പോകുന്ന ഒരു തോട്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. Aurobindo Ghosh was an idealist and his philosophy based on Vedantic philosophy of Upanishad. He maintained that the kind of education we need in our country is an education proper to the Indian soul and need the temperament and culture that we are in the quest of, not indeed something faithful merely to the past, but to the developing soul of India, to her future need, to the greatness of her coming self-creation, to her eternal spirit. അപ്പൊ അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഫിലോസഫി ഒക്കെ തന്നെ വേദാന്തിക് ഫിലോസഫി, ഉപനിഷത്തിലുള്ള വേദാന്തിക് ഫിലോസഫി ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നാഷൻ ഡെവലപ്പ് ആ ഒരു രീതിയിലാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഇന്ത്യൻ സോൾ എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ കൾച്ചറിനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താണ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള അത്രയ്ക്കും ഇൻഡെപ്ത് ആയിട്ടുള്ള ആ ഒരു ആഗ്രഹമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് വേണ്ട, പാസ്റ്റിലോട്ടുള്ള കാര്യങ്ങൾ അധികം നോക്കണ്ട. നമ്മൾ കൂടുതലും ഇന്ത്യയുടെ ഡെവലപ്പിംഗ് സോളിനെ ഫോക്കസ് ചെയ്യണം. ഇന്ത്യയുടെ ഫ്യൂച്ചർ നീഡ്സ്, അതുപോലെ തന്നെ എന്താണ് ആ ഒരു കമ്മിങ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയുടെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. In 1956, Sri Aurobindo's concept of education is not only acquiring information but the acquiring of various kinds of information. He points out is only one and not the chief of the means and necessities of education. Its central aim is the building of powers of the human mind and spirit. അപ്പോൾ 1956 അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അക്വയർ ചെയ്ത് നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വേരിയസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോളജ്, ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇൻഫർമേഷൻസ് വെറുതെ ഇങ്ങനെ കുറെ നോളജുകൾ കിട്ടുക എന്നുള്ളതല്ല എഡ്യൂക്കേഷനിലൂടെ, പക്ഷെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എഡ്യൂക്കേഷന്റെ സെൻട്രൽ എയിം എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡ്, ഹ്യൂമൻ സ്പിരിറ്റ് ഇതൊക്കെ നല്ല പവർഫുൾ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അരബിന്ദോ ഘോഷിന്റെ വർക്ക്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. Sri Aurobindo wrote a series of articles on education in the Karma Yogin during 1909 to 10 under the title. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹം 1909 10 ആയിട്ട് കർമ്മയോഗിൻ എന്നുള്ള ആ ഒരു സീരീസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ സീരീസ് ആയിട്ടാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. അപ്പം എ സിസ്റ്റം ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ദ നാഷണൽ വാല്യൂ ഓഫ് ആർട്ട്, അപ്പൊ എഡ്യൂക്കേഷനും അതിൽ എന്താണ് ആർട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ദെൻ പ്രിഫേഴ്സ് ടു നാഷണൽ എഡ്യൂക്കേഷൻ, അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ ദ സിന്തസിസ് ഓഫ് യോഗ എ ബുക്ക്, അതുപോലെ എഡ്യൂക്കേഷനിൽ യോഗയും
ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണത്. He points out that the question is not between modernism and antiquity, but between an imported civilization and the greater possibilities of the Indian mind and nature, not between present and past, but between present and the future. അപ്പൊ ഇവിടെ എന്താണ് അദ്ദേഹം മോഡേണിസവും അതുപോലെ തന്നെ ട്രഡീഷണലിസവും വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല മുന്നോട്ട് വെക്കുന്നത്. പകരം എന്താണ് സിവിലൈസേഷൻ, അതായത് കൂടുതൽ എന്താണ് നമ്മൾ കൂടുതൽ നമ്മുടെ കൾച്ചറൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു സംസ്കാരം നമുക്ക് ഉണ്ടാവുക, അതുപോലെ തന്നെ എന്താണ് നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവുക ഇന്ത്യൻ പീപ്പിൾസിന്റെ മൈൻഡിലും അവരുടെ നാച്ചുറലും ഒക്കെ തന്നെ ഉണ്ടാവുക. അതുപോലെ പ്രസന്റും പാസ്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒന്നും അല്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്, പ്രസന്റും ഫ്യൂച്ചറും തമ്മിലാണ്. പ്രസന്റ് എങ്ങനെയാണ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ പവർഫുൾ ആകാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിന്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ നീഡ്സ് ഓഫ് അവർ റിയൽ മോഡേൺ ലൈഫ്. Education should create dynamic citizens so that they are able to meet the needs of modern complex life. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യം നോക്കണ്ട, നമ്മളിപ്പോ മോഡേൺ ആയിട്ടുള്ള ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു യുഗത്തിൽ ഒരു ലൈഫിൽ റിയൽ ലൈഫിൽ ജീവിക്കാൻ പറ്റുന്നതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു നീഡ്സിനനുസരിച്ചാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ എഡ്യൂക്കേഷനിലൂടെ എന്ത് ചെയ്യണം, ഒരു സിറ്റിസൺസിന് നല്ല ഊർജവും ശക്തിയും ഒക്കെ കിട്ടണം. നല്ല എന്താണ് എനർജറ്റിക് ആയിട്ടുള്ള സിറ്റിസൺസ് ആയിട്ട് നമുക്ക് പീപ്പിൾസിനെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ, സ്റ്റുഡൻസിനെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മോഡേൺ കോംപ്ലക്സ് ലൈഫാണ്, അപ്പൊ അതിലുള്ള എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യാൻ, എല്ലാ ചാലഞ്ചസിനെയും ഫേസ് ചെയ്യാനും അതിന്റെ എന്താണ് ഈ ഒരു മോഡേൺ ലൈഫിൽ ഉള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് നല്ല രീതിയിൽ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റും എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഹോളിനെസ് ആസ് ദ ചീഫ് എയിം. അപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, അതുപോലെ തന്നെ ഓവറോൾ ഡെവലപ്മെന്റിന് ഫോക്കസ് ചെയ്യുന്നു. അതാണ് എഡ്യൂക്കേഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഹോളിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവറോൾ എല്ലാ ഡൊമൈൻസിലുമുള്ള ഡെവലപ്മെന്റ് ആണ്. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, കൾച്ചറലി ഒക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവുക. ദെൻ ടു ട്രെയിൻ ഓൾ ദ സെൻസസ്, ഹിയറിംഗ്, സ്പീക്കിംഗ്, ലിസണിംഗ്, ടച്ചിങ്, സ്മെല്ലിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. അക്കോർഡിംഗ് ടു ഹിം, these senses can be fully trained when nerve, chitta and manas pure. അതുപോലെ തന്നെ എന്താണ്, എല്ലാ സെൻസിനും നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം. കേൾക്കുക, സംസാരിക്കുക, അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ടച്ച് ചെയ്യുക, സ്മെല് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, കാണുക, ഇങ്ങനെയൊക്കെ പഠിക്കുന്ന എല്ലാ സെൻസിനും എന്ത് ചെയ്യണം, നല്ല ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ഡിഫറെന്റ് സെൻസ് ഒക്കെ തന്നെ ഫുള്ളി ട്രെയിൻഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വെൻ നെർവ്, ചിട്ട ആൻഡ് മനസ് പ്യുവർ. നമ്മുടെ നാഡീ ഞരമ്പുകള് നല്ല പ്യുവർ ആയിരിക്കണം. അതുപോലെ തന്നെ ചിട്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാസ്റ്റിലുള്ള ഒരുപാട് നമ്മൾക്ക് നല്ല നല്ല എക്സ്പീരിയൻസിലൂടെ നമ്മളെ മൈൻഡ് നല്ല ഒരു ഇംപ്രസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പാസ്റ്റിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല നല്ല മൊമെന്റ്സുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കുറച്ചും കൂടി എനർജറ്റിക് ആക്കും അല്ലെ. അതുപോലെ മനസ്സ്, നമ്മുടെ മൈൻഡും പ്യുവർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ സെൻസും നല്ല രീതിയിൽ വെൽ ട്രെയിൻഡ് ആണെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം, അതുപോലെ നമ്മുടെ പാസീവ് ആയിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ്, അതുപോലെ നമ്മുടെ മൈൻഡ് ഒക്കെ പ്യുവർ ആയിരിക്കണം എന്നുള്ളതാണ്. Then to achieve mental development of the child, this mental development means to enhance of all mental faculties, namely memory, thinking, reasoning, imagination and discrimination, etc., to which education should develop them fully and harmoniously. അതുപോലെ തന്നെ മെന്റൽ ഡെവലപ്മെന്റ്, കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യുക. അപ്പം ഈ ഒരു മെന്റൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളുടെ മെന്റലി ഉള്ള കഴിവുകളൊക്കെ തന്നെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുക. മെമ്മറി പവർ, തിങ്കിങ്, അതുപോലെ റീസണിങ്, കാര്യങ്ങളെ കാര്യകാരണ സഹിതം അതിനെ ഒന്നുകൂടെ എക്സാമിൻ ചെയ്ത് ഒന്നുകൂടെ ചിന്തകളെ കൂടുതൽ നല്ല രീതിയിൽ റാഷണൽ ആയിട്ട് ചിന്തിക്കുക.
ദെൻ ഇമാജിനേഷൻ പവർ, അതുപോലെ തന്നെ ഗുഡും ബാഡും ഒക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കഴിവുകൾ, ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് നല്ല ഹാർമോണിയസ് ആയിട്ട് നല്ല സ്വരച്ചേർച്ചയോടെ ഇതൊക്കെ തന്നെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോവാൻ പറ്റണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കുക, ദ ഡെവലപ്മെന്റ് ഓഫ് മൊറാലിറ്റി. ധാർമ്മികപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. വിത്തൗട്ട് മോറൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓൺലി മെന്റൽ ഡെവലപ്മെന്റ് ബിക്കംസ് ഹാർംഫുൾ ടു ഹ്യൂമൻ പ്രോസസ്. അപ്പം നമുക്ക് ഇമോഷണലി നല്ല ഡെവലപ്മെന്റ് ഇല്ല എങ്കിൽ, മോറലി ഡെവലപ്മെന്റ് ഇല്ല എങ്കിൽ നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ് കുറച്ചുകൂടെ ഹാർംഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് നല്ല കൈൻഡ് ആയിരിക്കുക, ഇമോഷൻ ബാലൻസ് ചെയ്യാൻ പറ്റുക, നല്ല വാല്യൂസ് ഒക്കെ ഉണ്ടാവുക, അതിലൂടെയാണ് നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആയിട്ട് പവർഫുൾ ആവുന്നത്. അപ്പൊ ഈ മോറൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒന്നും ഇല്ല എങ്കിൽ നെഗറ്റീവ് പവർ ആയിരിക്കും നമ്മുടെ മൈൻഡിന് ഉണ്ടാവുക. Heart of a child should be so developed as to show extreme love, sympathy, and consideration for all loving beings. Teacher should be a role model to his children. അപ്പൊ എന്താണ്, കുട്ടിയുടെ ഹാർട്ട് എപ്പോഴും എന്താണ്, ഒരുപാട് സിമ്പതിയും നല്ല സ്നേഹവും ഒക്കെയുള്ള ആ ഒരു ലവിങ് ബീയിങ്സ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നല്ല രീതിയിൽ സ്നേഹിക്കണം, കെയർ ചെയ്യണം എന്നുള്ള മൈൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ടീച്ചേഴ്സും ആ ഒരു രീതിയിലായിരിക്കണം പെരുമാറേണ്ടത്. ടീച്ചേഴ്സ് എപ്പോഴും ഈ ഒരു കാര്യത്തിൽ കുട്ടികൾക്ക് റോൾ മോഡൽ ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കുക, ഡെവലപ്മെന്റ് ഓഫ് conscience is another important aim of education that needs to develop by the help of teacher. Conscience has 4 level: ചിട്ട, മനസ്, ഇന്റലിജൻസ് ആൻഡ് നോളജ്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു കൺസയൻസ് കുട്ടികളുടെ ഉള്ളിലുള്ള ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുക. അപ്പൊ ഇതിന് 4 ലെവൽസ് ആണ് ഉള്ളത്. ചിട്ട, ഫസ്റ്റ് വൺ, നമ്മുടെ എന്താണ് പാസീവ് ആയിട്ടുള്ള നല്ല മെമ്മറീസിലൂടെ നമുക്ക് ഉണ്ടാകുന്ന നല്ല നല്ല മൊമെന്റ്സുകളും നല്ല കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ്, ദെൻ നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധിശക്തി, അതുപോലെ അറിവ്. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കൺസയൻസ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ടു പ്രൊമോട്ട് സ്പിരിച്വൽ ഡെവലപ്മെന്റ്. സ്പിരിച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുക. അക്കോർഡിംഗ് ടു ശ്രീ അരബിന്ദോ, every human being has some fragment of divine existence within himself, and education can scan it from each individual with its full extent. ഇപ്പൊ അരബിന്ദോ ഘോഷിന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഏതൊരു ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലും, എത്ര പൊട്ട ആൾക്കാരാണെങ്കിലും, എത്ര മോശം ആൾക്കാരാണെങ്കിലും, എത്ര നല്ല ആൾക്കാരാണെങ്കിലും, ഇപ്പൊ ക്രിമിനൽസ് ആണെങ്കിൽ കൂടി അവരുടെ ഉള്ളില് ചെറിയൊരു അംശം നല്ലൊരു ഒരു പ്യൂരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ പറയില്ലേ, ഈ ക്രിമിനൽ കേസിലൊക്കെ പെട്ടിട്ടുള്ള ആളാണെങ്കിൽ അവരെ ജയിലിലൊക്കെ അടച്ചു കഴിയുമ്പോൾ അവർക്കൊരു എന്താണ് മനം മാറ്റം ഉണ്ടാവും, അവരുടെ ഉള്ളിൽ നന്മ പുറത്തോട്ട് വരും എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ്, എത്ര എങ്ങനെയുള്ള മനുഷ്യനാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരംശമെങ്കിലും ഒരു വിശുദ്ധമായിട്ടുള്ള പ്യൂരിറ്റി ഉണ്ടാവും എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്യൂരിറ്റിയെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ സൂക്ഷ്മമായി പരിശോധിച്ച് അത് ഫുള്ളായിട്ട് പുറത്തോട്ട് കൊണ്ടുവരാൻ, നെഗറ്റീവ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല അംശങ്ങൾ പുറത്തോട്ട് മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. First one, what is the impact of Froebel's kindergarten concept to modern preschool education? അപ്പോൾ ഫ്രോബലിന്റെ കോൺട്രിബ്യൂഷനും മോഡേൺ പ്രീസ്കൂൾ എഡ്യൂക്കേഷനിലോട്ട് നമ്മൾ ആ ഒരു കിൻഡർഗാർഡൻ കോൺസെപ്റ്റ് ആണ് അല്ലേ ലോകത്ത് മൊത്തം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതും അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ അത് കിൻഡർഗാർഡനും ഫ്രോബലിന്റെ ഐഡിയാസിന്റെ ഇമ്പാക്റ്റ് ഒക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ എഡ്യൂക്കേഷണൽ ഫിലോസഫി ഓഫ് മഹാത്മാഗാന്ധി? മഹാത്മാഗാന്ധിയുടെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ തേർഡ് വൺ, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ടാഗോസ് ഐഡിയ ഫോർ പ്രസന്റ് ഡേ സ്കൂൾ? അപ്പൊ ഇന്നത്തെ സ്കൂളുകളുടെ ആ ഒരു ഫങ്ഷനിങ്ങിന് ടാഗോറിന്റെ ഐഡിയാസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എടുക്കാൻ പറ്റുക, അതിന്റെ റെലവൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് വൺ, വാട്ട് ഡു യു മീൻ ബൈ ഇൻഫാൻസി എഡ്യൂക്കേഷൻ ഓഫ് റൂസോ? അപ്പോൾ ചെറിയ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനെ കുറിച്ച് റൂസോയുടെ ഐഡിയാസ് എന്തൊക്കെയാണ്? ദെൻ ബ്രീഫ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ജോൺ ഡെവി ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. അതുപോലെ
നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ ജോൺ ഡെവിയുടെ കോൺട്രിബ്യൂഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ്. നമുക്ക് ഇനി 5th യൂണിറ്റ് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ് മുതൽ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.